ആഹാ, കൂട്ടുകാരെല്ലാവരും നേരത്തെ വന്ന് കാത്തിരിക്കുകയാണല്ലോ ഇന്നത്തെ ക്ലാസ് കാണാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിതയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ? നിങ്ങളുടെ പ്രതികരണം എന്ന നിലയിൽ അതിൻ്റെ ആശയവും നിങ്ങളുടെ ആസ്വാദന പക്ഷവും ഒക്കെ ചേർന്നുള്ള ചില കുറിപ്പുകൾ ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കിയാലോ? 2 കൂട്ടുകാരുടെ പ്രതികരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ലോകമേ തറവാട്. എൻ്റെ വിദ്യാലയം എന്ന കവിത വായിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്നത് മഹാകവി വള്ളത്തോളിൻ്റെ വരികളാണ്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് അദ്ദേഹവും എഴുതിയിരിക്കുന്നു. നമ്മൾ വിദ്യാലയത്തിൽ പോയി പഠിക്കുന്നുവെങ്കിലും അതിനു പുറത്തും എത്രയോ പാഠങ്ങൾ അറിയുന്നു. ഇവിടെ കവി ആകാശത്തിനു താഴെയുള്ള തന്റെ വിദ്യാലയത്തെ സങ്കല്പിക്കുമ്പോൾ കല്ലിനുമുണ്ട് കഥ പറയാനെന്നും നാം മറന്നുപോകുന്നില്ല. ദുഃഖവും സുഖവും ജീവിതത്തിന്റെ 2 വശങ്ങളാണ്. മഴക്കാർ നീങ്ങിത്തെളിഞ്ഞ വാനത്ത് നിലാവ് പരക്കുന്നത് പോലെ നമ്മുടെ മനം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു. വണ്ടും പൂവും തേനും ചേരുമ്പോൾ കവിയുടെ കൽപ്പന മനോഹരമാകുന്നു. ചെറിയ ജീവിതമെങ്കിലും സന്തോഷത്തിന് അതിരിടാൻ വണ്ടു തയ്യാറല്ല. തൊട്ടാവാടിപ്പൂവിന്റെ ഭംഗി ഏറെ നേരം നാം നോക്കി നിൽക്കും. കാലിൽ അതിന്റെ മുള്ളു കുത്തിയാലും നമുക്ക് വേദനിക്കില്ല. കവിതയിലെ റോസാപ്പൂവുമായി സാമ്യപ്പെടുത്തിയാലും അനുഭവം ഇതുതന്നെ. വേദനകൾക്കിടയിൽ അല്പം സൗന്ദര്യം, സന്തോഷം. കല്ലത്താണി ഇന്ന് അന്യമാണ്. മുൻപ് ഭാരമിറക്കി വെക്കാൻ അത് സ്വന്തം ചുമൽ കാട്ടിത്തന്നിരുന്നു. ഫലം ആഗ്രഹിക്കാതെയുള്ള പ്രവൃത്തി. നാമും അങ്ങനെ ചിന്തിക്കണം എന്നാണ് കവി ചിന്തിപ്പിക്കുന്നത്. നന്ദി. ആദ്യത്തെ പ്രതികരണം കേട്ടുവല്ലോ. കവിതയുടെ ആശയത്തിനൊപ്പം സ്വന്തം ഭാവനയും നിരീക്ഷണവും ഒക്കെ ചേർത്ത് വെച്ച് എഴുതിയിരിക്കുകയാണ് നമ്മുടെ ചങ്ങാതി. ഇനി രണ്ടാമത്തെ പ്രതികരണം കൂടി കേട്ടാലോ? എത്ര സുന്ദരവും മാധുര്യമൂർന്നതുമായ കവിതയാണ് എൻ്റെ വിദ്യാലയം. ഈ ലോകം നമ്മെ ഒരുപാട് സംഗതികൾ പഠിപ്പിക്കുന്നു. പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നന്മ. പ്രപഞ്ചമെന്ന വിദ്യാലയത്തെ ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ ജീവിയും സ്നേഹം ആഗ്രഹിക്കുന്നു. കണ്ണീരും സ്വപ്നങ്ങളും ഇടകലർന്ന ജീവിതത്തെക്കുറിച്ച് പറയാൻ കവിയുടെ വരികൾ തന്നെ വേണം. കാർമേഘവും പൂർണ്ണചന്ദ്രനും ഇതിനെ പ്രതിഫലിപ്പിക്കുന്നു. മുൾച്ചെടിയുടെ തലപ്പത്ത് വിരിയുന്ന പനിനീർ പൂവ് അതിൻ്റെ ഭംഗി മുള്ളിൻ്റെ നോവിനെ മറക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ ജീവിതം ആസ്വദിക്കാനും. ഓ, ഇത്തവണ ലളിതമായ ഭാഷയിൽ എൻ്റെ വിദ്യാലയത്തെ കണ്ടറിഞ്ഞ പോലെ കുറെ കൂടി ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്നു. ആസ്വാദന തലത്തിൻ്റെ ചെറിയ ഭാഷയുടെ ഒരു സൗന്ദര്യവുമുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടാകും എന്ന് ടീച്ചർക്കറിയാം. സ്വന്തം കുറിപ്പുകൾ ഒന്നുകൂടി വായിച്ചു നോക്കി മെച്ചപ്പെടുത്താൻ ഒരവസരമാണേ ഇത്. അപ്പോൾ എല്ലാവരും അതിനായി ശ്രമിക്കുമല്ലോ. സന്തോഷം. ഇനി ടീച്ചർ എൻ്റെ വിദ്യാലയത്തിലേക്ക് വരട്ടെ. വളരെ നന്നായി വ്യത്യസ്തമായ ഭാവത്തിലും ഈണത്തിലും ഈ കവിത ചൊല്ലിയിരിക്കുന്നത് കേട്ടു നോക്കാമോ? തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനമിന്നതാ ചിരിക്കുന്നു.
പാലൊളിച്ചിതറുന്നു. മുൾച്ചെടിത്തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട്. ആ ചെറുപൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. മധുരമിജീവിതം ചെറുതാണെന്നാകിലും പരർത്തൻ കഷ്ടപ്പാടു പേറുമക്കല്ലത്താണി. പരവു മഹത്തത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഇതുവരെ കേൾക്കാത്ത ഈണം അല്ലേ? നല്ല ഭാവവുമുണ്ട്. നമ്മുടെ മനസ്സിൽ എൻ്റെ വിദ്യാലയം വരച്ചു വെച്ചതുപോലെ ഈ കവിത നമ്മെ അനുഭവിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ചൊല്ലലിലൂടെ. വളരെ നന്നായി. നോക്കൂ, ഈ കവിത സ്വന്തമായ ഈണവും താളവും ഭാവവും നൽകി നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നുണ്ടല്ലോ. എല്ലാവരും അതിനായി ശ്രമിക്കുകയും വേണം. എൻ്റെ വിദ്യാലയം സൂചിപ്പിക്കുന്നത് എന്താണെന്നും ഈ ലോകത്ത് നാം ഉൾപ്പെടെയുള്ള മനുഷ്യർ ആ വിദ്യാലയത്തെ എങ്ങനെ സ്വീകരിക്കണമെന്നുമാണ് കവി നന്നായി പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ കവിതയുടെ ആശയത്തെ നമുക്ക് ഒന്ന് ചിത്രരൂപത്തിലാക്കിയാലോ? ഒരു വെല്ലുവിളിയാണേ. ആശയത്തെ ചിത്രത്തിലേക്കാക്കുക. ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ കവിതയുടെ ആശയത്തെ കൂട്ടുകാർ സ്വന്തം ചിത്രത്തിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. സ്വന്തം വരയുടെ ഭംഗി കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, എൻ്റെ വിദ്യാലയം എത്ര കണ്ടുയരത്തിൽ സഞ്ചരിക്കുന്നുവെന്നുകൂടി ഈ ചിത്രം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ചിത്രത്തോട് ചേർത്ത് ടീച്ചർ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. ഈ വിദ്യാലയത്തിൻ്റെ സ്ഥലഭംഗി എങ്ങനെ പറഞ്ഞിരിക്കുന്നു? അപ്പോഴാണ് ചിത്രം നോക്കിയിട്ടുള്ള കുട്ടിയുടെ വിശദീകരണം. നോക്കൂ. ഞാൻ പഠിക്കുന്ന വിദ്യാലയം നല്ല സുന്ദരമായ കെട്ടിടങ്ങൾ നിറഞ്ഞതും ചുറ്റിനും ധാരാളം മരങ്ങളും ചെടികളും പൂക്കളുമുള്ളതാണ്. നല്ല വൃത്തിയും വെടുപ്പുമുള്ളതാക്കി ഞങ്ങൾ വിദ്യാലയത്തെ സൂക്ഷിക്കുന്നു. കുട്ടികളുടെ കലപില അതിനെ കുറെ കൂടി സുന്ദരമാക്കുന്നു. എന്റെ വിദ്യാലയം എന്ന കവിതയിലാകട്ടെ കവി സൂചിപ്പിച്ചിരിക്കുന്ന വിദ്യാലയം ഈ പ്രപഞ്ചം തന്നെയാണ്. ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശത്താൽ ശോഭിക്കുന്ന ആകാശത്തിന് ചുവട്ടിൽ ആ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നു. അത് വിശാലമാണ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും. അങ്ങനെ ആദ്യത്തെ 2 വരിയിലെ ആശയത്തെ ചിത്രത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. നോക്കൂ, ആ വരിയിലേക്കാളും കൂടുതൽ എന്തെങ്കിലും ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് പറയാനാകുന്നുണ്ടോ? രണ്ടാമത്തെ ചിത്രം കണ്ടല്ലോ. ഇത് നോക്കൂ,
കണ്ടോ, കരഞ്ഞ വാനം ചിരിക്കുന്നത്. കവിയുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും? ഈ ചിത്രവും വരികളും കൂടി ബന്ധപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ മനസ്സിലോ? മഴ ആകാശത്തിൻ്റെ കണ്ണീരാണെന്ന് കവി പറയുന്നു. ഇന്നലെ ആ മഴ പെയ്തു. ഇന്നിതാ ചന്ദ്രൻ്റെ നിലാവൊളി. ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്. നമ്മുടെ മനസ്സും അങ്ങനെയല്ലേ? കൂട്ടുകാർ തമ്മിൽ പിണങ്ങുമ്പോൾ മനസ്സ് വാടും. വീണ്ടും ഇണങ്ങുമ്പോൾ മനം തെളിയും. ജീവിതത്തിൽ ദുഃഖവും സുഖവും കൂട്ടുകാരാണ്. കവി ആ സത്യം പറഞ്ഞു തരുന്നു. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചിത്രം കണ്ടല്ലോ. മുൾച്ചെടിത്തലപ്പത്തെ പൂവുകൾ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കവിതയിൽ കവി എങ്ങനെ അതിനെ കാണുന്നു? റോസാപ്പൂ നമുക്കിഷ്ടമാണ്. ഒന്ന് പറിച്ചെടുക്കാൻ ചെന്നാലോ? കൈ മുറിഞ്ഞത് തന്നെ. എങ്കിലും ആ മുൾച്ചെടിയിൽ എത്ര സുന്ദരമായ പൂവുകൾ. തൊട്ടാവാടിപ്പൂവും ഇങ്ങനെ തന്നെ. ഒത്തിരി ദുഃഖങ്ങൾക്കിടയിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് നന്മയും സുഗന്ധവും സൗന്ദര്യവും കൊണ്ടുവരും. മധു കുടിച്ച് മത്തായ വണ്ടുകൾ, അവയുടെ ജീവിതപാഠം എന്താണ്? വരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ആശയത്തോടൊപ്പം ഈ ചിത്രം കൂടി ചേർത്ത് വെച്ച് നോക്കൂ. പറയാൻ കഴിയുമല്ലോ. വണ്ടിന് തേൻ ഇഷ്ടമാണ്. അത് പൂക്കളെ അന്വേഷിച്ച് കണ്ടെത്തി ആവോളം തേൻ കുടിക്കുന്നു. അതിയായി സന്തോഷിക്കുന്നു. ഈ ചെറിയ ജീവിതം എത്ര മധുരതരമെന്ന് മൂളി നടക്കുകയും ചെയ്യുന്നു. ദുഃഖങ്ങൾ കൂട്ടിനു വരുന്നു എന്നു കരുതി നാം ജീവിതത്തെ ഉപേക്ഷിക്കരുത്. നന്നായി ആസ്വദിക്കുക തന്നെ വേണം. അതെ അതെ അതെ, ചെറുത് എന്നൊന്നില്ല. ഏത് നിസാര ജീവിക്കും അതിൻ്റെ ജീവിത സമയം സന്തോഷകരമായി കഴിഞ്ഞു പോണം എന്നല്ലേ? കവി കല്ലത്താണി എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വാക്ക് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഈ കവിതയിലെ കല്ലത്താണി എന്ന വാക്ക് ഞാൻ മുൻപ് കേട്ടിട്ടില്ല കൂട്ടുകാരെ. ഇതാ കല്ലത്താണിയുടെ ചിത്രം നോക്കൂ. ഒരാൾ ഭാരമിറക്കി വയ്ക്കുന്നു. പണ്ട് ആളുകൾക്ക് ഭാരമിറക്കി വെച്ച് അല്പം വിശ്രമിക്കാൻ കല്ലത്താണികൾ സഹായിച്ചു. ഇന്നത് വളരെ അപൂർവമായേ കാണാൻ കഴിയൂ. പരതൻ കഷ്ടപ്പാടു പേറുമക്കല്ലത്താണി, പറവൂ മഹത്തത്വം പരസേവനം കാര്യം. ഈ വരികളുടെ ആശയം നമുക്ക് എങ്ങനെ പറയാം? ഒരു കൂട്ടുകാരി അവതരിപ്പിക്കുന്നത് കേൾക്കാം. കല്ലത്താണിയുടെ ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ കൂടി വന്നു. കവിതയിലെ വരികൾ ഇങ്ങനെയാണല്ലോ: പലർത്തൻ കഷ്ടപ്പാടു പേറുമക്കല്ലത്താണി, പറവൂ മഹത്തത്വം പരസേവനം കാര്യം. അങ്ങനെ മറ്റുള്ളവരെ സേവിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച എത്ര മഹാത്മാക്കൾ! മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, മദർ തെരേസ. അവർ കാണിച്ചു തന്ന പാത നമുക്ക് മുന്നിലുണ്ട്. ആ വഴി നമുക്കും സ്വീകരിക്കാം. ഇതുപോലെ പ്രകൃതി പറഞ്ഞു തരുന്ന ഒരു പാഠം, അനുഭവം സ്വന്തമായ ഭാഷയിൽ ഒന്ന് വിവരിക്കാമോ? അതിനെ ചിത്രരൂപത്തിലാക്കിയാൽ എത്ര മനോഹരമായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ അതിന് ശ്രമിക്കുമല്ലോ. ശരി, ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഒളപ്പമണ്ണയുടെ ഈ കവിത എൻ്റെ വിദ്യാലയം പ്രത്യേക പദക്കൂട്ടുകളുടെ ഒരു കൂടിച്ചേരലാണ്. ആ പദക്കൂട്ടുകളാകട്ടെ എത്ര വിശദീകരിച്ചാലും അതിൻ്റെ സൗന്ദര്യം കൂടുകയുള്ളൂ, അർത്ഥവും കൂടുകയുള്ളൂ. നമുക്ക് അവ ഏതാണെന്ന് ഒന്ന് നോക്കാമോ? ശരി, ഇതൊന്ന് വായിക്കൂ. തുങ്കമാം വാനിൻചോട്, തൂവെള്ളിക്കതിർ, മുൾച്ചെടിത്തലപ്പ്, അച്ചെറു പൂന്തോപ്പ്, മധുരമി ജീവിതം. കവിതയിലെ മറ്റു സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തുമല്ലോ. വാക്കുകൾ നമ്മോട് ചില അർത്ഥങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പദക്കൂട്ടുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിഘണ്ടു ഉപയോഗിക്കാം.
ഇതേ പദക്കൂട്ടുകൾ വരുന്ന മറ്റു പാഠങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ വായനയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ഇപ്പോൾ നമുക്ക് ക്ലാസ് ലൈബ്രറി ഉപയോഗിക്കാൻ അസൗകര്യമായതുകൊണ്ട് പുസ്തകങ്ങൾ കിട്ടുന്ന മറ്റു വഴികൾ അന്വേഷിക്കാനല്ലേ നിവൃത്തിയുള്ളൂ. എന്തായാലും സവിശേഷമായ പദചേരുവയാണ് എൻ്റെ വിദ്യാലയം എന്ന കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നത്. വാക്കിനുള്ളിൽ മറ്റൊരു വാക്ക്, മറ്റൊരു വാക്കിനുള്ളിൽ കുറേ അർത്ഥങ്ങൾ. ആ അർത്ഥങ്ങൾ ഇങ്ങനെ ഇഴപിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മുടെ ഭാവനയിൽ ഈ കവിതയെ കാണുക തന്നെ വേണം. ടീച്ചർ കരുതുന്നത് ചിത്രവായനയിലൂടെ, ചിത്രം വരയ്ക്കലിലൂടെ, സ്വന്തം അനുഭവ വിവരണത്തിലൂടെ പ്രപഞ്ചം എന്ന വിശാലമായ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ഇങ്ങനെയുള്ള ഒരു വിദ്യാലയം, പ്രപഞ്ച വിദ്യാലയം എത്ര സുന്ദരമാണ്. നമുക്ക് ഈ പ്രപഞ്ച വിദ്യാലയത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കാം. വിദ്യാലയം, ഗുരുനാഥർ, പഠനരീതി, മനോഭാവങ്ങൾ, അനുഭവങ്ങൾ, സ്വന്തം കാഴ്ചപ്പാട്. ഇനി സ്വന്തം നിലപാടും ഈ കവിതയ്ക്കൊപ്പം വ്യക്തമാക്കാവുന്നതാണ്. ഈ ആശയഭൂപടം വികസിപ്പിച്ച് നിങ്ങൾക്ക് ഒരു നല്ല ഉപന്യാസം എഴുതിക്കൂടെ? ശ്രമിക്കാമല്ലോ. ഉപന്യാസം എഴുതി അധ്യാപകരെ, കൂട്ടുകാരെ ഒക്കെ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കൂ. ഉപന്യാസം എഴുതുന്നതിന് നമുക്ക് ചില സഹായങ്ങളൊക്കെ വേണം അല്ലേ? എന്തൊക്കെയാണെന്ന് ടീച്ചർ ഒന്ന് ചെറുതായി പറഞ്ഞു തരാം. അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തുകയും വേണം. കാവ്യാനുഭവങ്ങൾ പങ്കിട്ട് നമ്മൾ ഉപന്യാസ രചനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇതാ ഇത്രയും കൂടെ ശ്രദ്ധിച്ചോളൂ. തലക്കെട്ട് ആശയത്തിലേക്ക് നയിക്കുന്നത്, ആകർഷകം, സംക്ഷിപ്തം. ഘടന തുടക്കം, ഖണ്ഡികാകരണം, ഉപസംഹാരം. അപ്പോൾ ആദ്യം തലക്കെട്ട് മുതൽ നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ഉപസംഹാരത്തിൽ. ഇനി പ്രധാനപ്പെട്ട ഒന്നുണ്ട്. എന്തായിരിക്കണം ഉപന്യാസത്തിലെ ഭാഷ? കഥ പോലെ മതിയോ അതോ കവിത പോലെയോ? ഭാഷ, ഉചിത പദങ്ങൾ, പ്രയോഗങ്ങൾ, വാക്യങ്ങൾ, ഉദ്ധരണികൾ, ഒഴുക്കുള്ള പ്രതിപാദനം. തട്ടും തടവുമില്ലാതെയുള്ള ഒരെഴുത്ത്. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉപന്യാസം എഴുതാൻ തിടുക്കമായിട്ടുണ്ടാവും അല്ലേ? ശരി, എഴുതിക്കോളൂ. ഞാനത് വായിക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി ടീച്ചർ എൻ്റെ വിദ്യാലയത്തിലേക്ക് വരട്ടെ. ഞാൻ ഈ കവിതയൊന്ന് ചൊല്ലിക്കോട്ടെ എന്നാണ് ചോദിച്ചത്. എൻ്റെ ഒപ്പം ചൊല്ലാനും എല്ലാവർക്കും താല്പര്യമുണ്ടല്ലോ. ശരി, ആയിക്കോട്ടെ. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു. മുൾച്ചെടിത്തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട്, അച്ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ, മധുരമിജ്ജീവിതം ചെറുതാണെന്നാകിലും. പരർതൻ കഷ്ടപ്പാടു പേറുമക്കല്ലത്താണി പറവൂ മഹത്തത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. കവിത കേട്ടുവല്ലോ. കുറേ പേർ ടീച്ചർക്കൊപ്പം ചൊല്ലുകയും ചെയ്തിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാലോ? ഒന്ന് നോക്കൂ. My name is Greta Thunberg.
I am 15 years old and I'm from Sweden. ഇതാരാ? നിങ്ങളിൽ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ്സിലൊക്കെ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ഗ്രേറ്റ തുംബെർഗ് അല്ലേ? ഗ്രേറ്റയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. പരിസ്ഥിതിക്ക് വേണ്ടി പോരാടിയ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഗ്രേറ്റയുടെ പ്രസംഗം കേട്ടിരുന്നവർ അത്ഭുത സ്തബ്ധരായി. ചിലരൊക്കെ കരയുക പോലും ചെയ്തു. ചരിത്രത്തിൽ ഗ്രേറ്റ മാത്രമല്ല, ഇതിനു മുൻപും കുട്ടികൾ ഇങ്ങനെ പ്രസംഗിച്ച് ആളുകളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഗ്രേറ്റ തുംബെർഗ്, മാർട്ടിൻ ലൂഥർ കിങ്, സ്വാമി വിവേകാനന്ദൻ, സുകുമാർ അഴീക്കോട് എന്നീ പ്രസിദ്ധരായ പ്രസംഗകർ നിങ്ങൾക്ക് സുപരിചിതരാണല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആകർഷകമായി നല്ല ശബ്ദ നിയന്ത്രണത്തോടെ ഭാവത്തോടെ അവതരിപ്പിക്കുന്ന രീതിയാണല്ലോ പ്രസംഗം. ആരോ പറഞ്ഞു എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട് അല്ലേ? ടീച്ചർ ഒരു മാർഗം പറയട്ടെ, നമുക്കൊന്ന് പ്രസംഗിച്ച് നോക്കിയാലോ? അങ്ങനെയെങ്കിൽ എന്താ വിഷയം? ശരി, നോക്കാം. വിശ്വമാണ് ഗുരുവെന്ന് നമ്മൾ കണ്ടു. എല്ലാം അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. അതിനെ നശിപ്പിക്കാനും കയ്യേറ്റം ചെയ്യാനും പാടുള്ളതല്ല. അങ്ങനെയുള്ള പ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ സ്നേഹിക്കണം. ഈ ലോകം നമ്മയും സ്നേഹിക്കും. നമുക്ക് ഒരു വെല്ലുവിളിയായി ഇതും സ്വീകരിക്കാം. പ്രസംഗത്തിന് തയ്യാറായിക്കോളൂ. എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസംഗത്തിൻ്റെ പാഠങ്ങൾ ചർച്ച ചെയ്യും. അതുവരെ കാത്തിരിക്കുമല്ലോ. നന്ദി.